നിലവ് നിന്നാൽ ഞാൻ നീലാകാശം തൊടുമെന്ന് രാമനും, നീ നീലാകാശം തൊട്ടാൽ ഞാൻ മേഘങ്ങളെ തഴുകി തലോടുമെന്ന് കർണനും. ഇത്ര കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മുതല് ഒരാളെ ഒരു തോട്ടിയും വടിയും ബലത്തിൽ കൊണ്ടുവരണം. സവാരിയാന് എന്നിട്ട് അതിന്റെ മേലെ കയറി. എന്നിട്ട് ഞാൻ കരഞ്ഞ് എന്നെ ഒന്ന് ഇറക്കൂ. നമ്മളൊരു ഇൻട്രോ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിരുന്നു. ഇൻട്രോ ശിവസുന്ദറുണ്ട്, കുറെ ആഗ്രഹിച്ചു. ശിവസുന്ദരനെ ലൈവായിട്ട് കിട്ടി. മംഗലാകുന്ന അയ്യപ്പൻ ഭഗവാന്റെ തടമ്പുമായിട്ട് ആ ഗോപുരത്തിന്റെ മേലെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നു. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് മുഴുവനുള്ള ആനപ്രേമികൾക്ക് ഏറ്റവും നല്ലൊരു വിരുന്നായിരിക്കും ആ കാഴ്ച. അരിക്കൊമ്പന്റെ സമയത്ത് പറയാറുണ്ട്, ചേട്ടാ അരിക്കൊമ്പന്റെ എന്ന് പറയാം, താഴെ നിന്നൊക്കെ കേൾക്കും. ഇതിലൊരു വ്യത്യാസം എന്താ പറയുക, നമ്മുടെ നാട്ടിലേക്ക് ഒരു ആന ഉണ്ടെങ്കിൽ അത് ആനയുടെ മുതലാളിയുടെ വീട്ടിൽ വിട്ട് നിൽക്കും, അല്ലെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ അമ്പലപ്പറമ്പിൽ വിട്ടുകൊടുക്കുകയാണ്. ഇപ്പൊ പാലക്കാട് ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചാമിച്ചേട്ടന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ചാമിച്ചേട്ടന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തറയുണ്ട്. പിന്നെ എന്താ ഞാൻ ചെയ്തത്, മരുമോനോ ആരൊക്കെയോ ഈ ഫീൽഡിലുണ്ട്. അവര് പറയുന്ന ആനക്ക് നീര് സൗണ്ട് ഇവിടെ കൊണ്ട് കിട്ടുന്നത് ഇവിടെയാണ്, പാപ്പാന്റെ വീട്ടിലാണ് ശുശ്രൂഷ. ഇരവല്ലൂർ മണിച്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോഴും അവിടെ എല്ലാ കാര്യങ്ങളും മണിച്ചേട്ടന്റെ വീട്ടിലത് ചെറുപ്പശ്ശേരി പാടത്തിന് കൊണ്ടുവരുന്ന കാലത്ത് അവിടെ തന്നെ ഞാൻ അവിടെ വീട്ടിൽ കണ്ടു. ഇപ്പൊ പാർത്ഥസാരഥി അവിടെ നിൽപ്പുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ 2 മാസം പോകുമ്പോ അവിടെ നീരിൽ വിശ്വാസം, അതൊരു മുതലാളിയുടെ വിശ്വാസം. അപ്പൊ എന്നോട് പറഞ്ഞു വിശ്വനാഥൻ കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നു, മരുമോനാ നോക്കിക്കൊണ്ടിരുന്നത്, മരുമോനായിരുന്നു പാപ്പാൻ. വിശ്വനാഥൻ ഇവിടെ നീരാകാലത്ത് മാത്രമല്ല, നമ്മുടെ ഈ സീസൺ സമയത്തും എല്ലാം വടക്കും തെക്കും ഒക്കെ സ്ഥലങ്ങളുണ്ട്. അതിന്റെ ഗുണം എന്ന് വെച്ചാല് ഈ ലോറിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാൻ പറ്റും, ആനയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. അടുപ്പിച്ചടുപ്പിച്ചുള്ള പരിപാടികൾ. ഇപ്പൊ തൃശ്ശൂർ നാട്ടിൽ തന്നെ പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരം ഒരു കണക്ഷൻ ഉണ്ട്. പൂരങ്ങള് അത് ആ ഉത്സവത്തിന് കണക്ഷൻ അല്ല. ഇപ്പം കുംഭഭരണി കഴിഞ്ഞാൽ അടുത്ത അശ്വതി, അങ്ങനെ അശ്വതി കഴിഞ്ഞ രേവതി, അങ്ങനെ ഒരു കണക്ഷൻ. രേവതി, അശ്വതി, ഭരണി, അങ്ങനെ ഉത്സവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അടുത്തടുത്തുള്ള അമ്പലങ്ങളിലാണ് ഇവര് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് അത്രയും സ്ട്രെയിൻ കുറയും. അന്ന് ഈ ചാമിച്ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടൊക്കെ നടയടിച്ച് പോവാ രാത്രിയിൽ. രാത്രിയിൽ ഒരു 3-4 ആനകൾ കാണും, പാട്ടും പാടി ഞങ്ങളിങ്ങനെ ഒരു ടീമായിട്ട് പോകും. അന്ന് ആനയ്ക്ക് അസുഖവും ഇല്ല, വരണ്ടകെട്ടും ഇല്ല, ഒരു കുന്തവും ഇല്ല. അന്ന് ആനകളെ നിർത്താൻ നല്ല തണലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, നല്ല വെള്ളം ആനകളെ നടത്തിക്കൊണ്ടുപോകാൻ നല്ല വഴിക്ക് വലിയ ചൂടൊന്നും അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഗുണങ്ങളുള്ള പുല്ലായിരിക്കും കിട്ടുക. അതെ, കിട്ടും. വഴിയിൽ നിന്ന് ആനയ്ക്ക് പറിച്ച് ഇഷ്ടമുള്ളത് തിന്നായിരുന്നു. ഇന്ന് മറ്റേ ആന കടിച്ചിട്ടാണ് എടുത്ത് കഴിച്ച പരിപാടി തീർന്നു. പുല്ലൊക്കെ കരിയാൻ വേണ്ടി നമ്മൾ അടിക്കുന്ന പെസ്റ്റിസൈഡ് ഉണ്ട്, അതൊക്കെ അടിച്ചിട്ട് കണക്കെ ആന വന്ന് കഴിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് ചോറ്റാനിക്കര, അതൊക്കെ ഓർക്കുമ്പോ ചോറ്റാനിക്കര സങ്കടം വരും. അതൊന്നും നല്ല ആനയല്ലായിരുന്നു. ആ അമ്പലം വിട്ട് പുറത്തു പോകാത്ത ആനയല്ലേ ഇത്? വിഷമടിച്ച പട്ടയോ എന്താ പേപ്പട്ടി അങ്ങനെ എന്തോ കേട്ട വിഷബാധയാണ് ആന പോയത്. നെല്ലിക്കാട്ട് മഹാദേവൻ അതൊക്കെ ഇതെല്ലാം കാലത്തിന്റെ ഒരു വ്യത്യാസം ശരിക്കും എല്ലാ ഫീൽഡിലും വന്ന. ചില ആനകൾക്ക് ഒരു പഴമൊക്കെ കൊടുക്കുമ്പോൾ പാപ്പമാര് കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ആളുകൾക്ക് ഇവനൊരു ദേഷ്യമാണ്. അവന് ഒരു ഇത്ര കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മുതല് ഒരാളെ ഒരു തോട്ടിയും വടിയും ബലത്തിൽ കൊണ്ടുനടക്കുന്നു. ഒരു തോട്ടിയും വടിയാണ് അവന്റെ ബലം, അവന്റെ പണി, അവനെ ഗുരുനാഥൻ പഠിപ്പിച്ച പണി. ഇതാണ് അവന്റെ ബലം. ഈ ബലത്തിൽ കൊണ്ടുവന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ കയറാൻ ചെന്ന് അവൻ സമ്മതിക്കും? ഇല്ല. സമ്മതിക്കാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ആന ഒരു പഴം കൊണ്ടു കൊടുത്ത് മോനെ ചക്കരെന്ന് വിളിക്കാൻ ചെന്ന് ഞാൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തൊഴിലായിട്ട് കണ്ടാവും. ആനടുത്ത് തട്ടി അറിയും ചിലപ്പോ. സമാനം പറയണ്ടേ? ഞാൻ ആദ്യമായിട്ട് പുറത്ത് കയറിയത് കുന്നത്തു കുട്ടിശങ്കറിന്റെ പുറത്താണ്. അവൻ കുന്നത്തു കുട്ടിശങ്കറിനെ പോയി ബുക്ക് ചെയ്തു. ആനയെ കണ്ടു, വലിയ ആന കൊള്ളാം, ചോദിച്ച പൈസ കൊടുത്ത് ബുക്ക് ചെയ്തു, കൊണ്ടുവന്നു. ആന വന്നു, ആനയുടെ കൂടെ വന്നവരൊക്കെ വന്നു. നമ്മളോട്ടൊക്കെ അതന്നെ, അതെ, ഇത് ഭയങ്കര കമ്പനിയായി. ആനയുടെ ചരിത്രം നമുക്ക് അറിയത്തില്ല. അപ്പം കമ്പനിയായി. അപ്പം എനിക്ക് ചേട്ടനാണ് അനൗൺസ്മെന്റ് എനിക്ക് റെക്കോർഡ് ചെയ്ത് ഓർമ്മയുണ്ടോ എനിക്കറിയാം. ചേട്ടന്റെ സൗണ്ടിലാണ് ചെയ്തത്. കൊണ്ട് കെട്ടി എല്ലാവരും അടുത്ത് പോകുന്നു, കൊമ്പെ പിടിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ ഒരു കസിൻ ഉണ്ട്, ഇയാള് ആ പാപ്പന്മാരോട്ടൊക്കെ ഭയങ്കര കമ്പനി, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, ഭയങ്കര പരിപാടി. ആ പാപ്പന്മാരെ നല്ല കമ്പനി, ആരെയും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ വൈകുന്നേരമായപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ പുറത്തുനിന്ന് ഇവിടുന്ന് അമ്പലത്തിലോട്ട് പോകാനുള്ളൂ. അന്നും 2 പിടിയാനമാര് നമ്മുടെ ഗർഫയുണ്ട്. റോസ്ലി സ്ഥിരമായിട്ട് റോസ്ലിൻ രൂപയായിരുന്നു. ഞാൻ ഒരു മേളക്കാരെ വിളിച്ചൊരു പട്ടി ഷോ എന്റെ ഞാൻ ആനപ്പുറത്ത് കയറി. അപ്പൊ എന്റെ കസിൻ ഉണ്ട്, നമ്മൾ അടിച്ചിട്ട് ഇവനും ചാടി എന്റെ പുറകെ കയറി. അവനോട് ഉമ്മമാരോട് പറഞ്ഞിട്ട് അതെ, ഞാൻ അങ്ങനെ ഇരുന്നു. തലയിലൊരു കെട്ടൊക്കെ കെട്ടി ഒരു ചുമ്പയൊക്കെ ഇട്ട് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിൽ ചെന്നിട്ട്. അപ്പൊ ഈ ഞങ്ങളുടെ കുടുംബത്തെ, അച്ഛന്റെ കുടുംബത്തിൽ പണ്ടൊരു അമ്മാവൻ ആനയുണ്ടായിരുന്നു. പുള്ളി പാപ്പാനായിരുന്നു, പുള്ളിക്ക് സ്വന്തമായിട്ട് ആനയുണ്ടായിരുന്നു കുറെ കാലം കഴിഞ്ഞപ്പോ. അപ്പൊ മറ്റവൻ ഈ കഥയൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആനക്കാർ ഫാമിലി, ഞങ്ങൾക്ക് ആനയുടെ എല്ലാം അറിയാം. കാരണം അടിച്ചോണ്ടിരുന്നപ്പോ പാപ്പന്മാർക്ക് എന്താ, നമുക്ക് ആനയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ദൈവം നമ്മൾ പേടിച്ചതിന്റെ മണ്ടക്ക് ഇരിക്കുന്ന ആദ്യമായിട്ട്. അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇറങ്ങണം. മറ്റവൻ എങ്ങനെയോ ഇറങ്ങി പോയി. അപ്പൊ പുള്ളി പാപ്പാനോട് എന്നിട്ട് കാലെത്തി കൈ മുക്കി. ഞാൻ വട്ടക്കര കയറി പിടിച്ചു, കാലെടുത്ത് വെച്ചു,
കൈവിട്ടു പോയി. ഞാൻ നടുവും തല്ലി വീണു. ഞാൻ നടുവും തല്ലി വീണത് ഈ പറയുന്നത് മറ്റേ രൂപയുടെ അടിയിലോട്ടാ. ദൈവമായതിന് കാല് മാറ്റിയില്ല. അപ്പൊ ഭയങ്കര നാണക്കേടായി പോയി. എല്ലാവരും ഭയങ്കര ചിരി. ഈ ഷോ കാണിച്ചു വന്നിട്ട് ഇതായല്ലോ. അപ്പം ഈ കഥയെല്ലാം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അപ്പൊ ഇത് പരിചയപ്പെടുത്താൻ നമ്മുടെ കുഞ്ഞമ്മയുടെ മോൻ ശാസ്താംകോട്ടുള്ള ഒരാളാ. അപ്പൊ ഇവൻ വിളിക്കുക, ഇയാൾ എന്തോ തരത്തിന് എന്റെ പുറത്ത് കയറി. ഞാൻ ചോദിച്ചു എന്തോ അത് ചരിത്രം അറിയും. എന്റെ കൊട്ടാരപ്പള്ളി കുട്ടിശങ്കർ എന്ന് കേട്ടാൽ മതി എന്റെ ചരിത്രം. അതാ എന്റെ ചരിത്രം എന്നിട്ട് ഇവൻ കുറെ കഥ. അങ്ങനൊന്നുമില്ല. തിരിച്ചു പോയപ്പോ വീട്ടിൽ വന്ന് അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ ഭാര്യ അമ്മ എല്ലാരും ഇവന് പഴമൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടാവും. കാരണം അവന്മാരൊക്കെ കുടുംബാംഗങ്ങളെ പോലെ ആയല്ലോ. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അറിയുന്നു അന്ന് കൊണ്ടുവന്ന പാപ്പാനെ ഇവൻ കയറി എന്തോ ചെയ്തു എന്നറിയുന്നു. അതല്ല, അതൊരു ഉഗ്രനാണ്. പിന്നെ കർണാടക ഓണക്കൂർ പൊന്നച്ചേട്ടനെ കേട്ടിട്ടുള്ള, അത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പുറത്ത് കയറാൻ എനിക്കറിയില്ല. അതെ, ഞാൻ എന്റെ ചോദ്യം കറങ്ങി തിരിച്ച് വരുന്ന ചോദ്യം അങ്ങോട്ടാ. ശൈലേഷിന്റെ ആനപ്പുറത്ത് കയറുന്ന ഫോട്ടോ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് പേടി. അതാണ് ഞാൻ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുത്തങ്കുളത്ത് ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് നമ്മള് ഗംഗയുടെ മേലെന്ന് കയറിയത പുള്ളി സവാരിയാണ്. എന്നിട്ട് അതിന്റെ മേളിൽ കയറി. എന്നിട്ട് ഞാൻ കരഞ്ഞ് എന്നെ ഒന്ന് ഇറക്കൂ. ഇത് നടക്കുമ്പളേ അത് നടന്നിട്ട് നമ്മളിപ്പോ വീഴും. വല്ലാത്ത പരിപാടി. 9ാം ക്ലാസ്സിൽ പഠിക്കും ആനപ്പുറത്ത് തുടങ്ങിയത്. എന്നാലും ചേട്ടാ എനിക്ക് അതിന്റെ ഭാഗമാണ് നമ്മള് ചെറുപ്പകാലം തൊട്ട് നമ്മൾ അങ്ങനെ ആ ഒരു മേഖല വന്നുകൊണ്ട് നമ്മുടെ ആനക്കമ്പത്തിന് അത് വലിയൊരു ഘടകമായിട്ടുണ്ട് കേട്ടോ. അന്നുകൊണ്ട് ഞാൻ എഴുന്നള്ളിപ്പിനെല്ലാം പൊക്കൊണ്ടിരുന്നു. നമുക്ക് എന്റെ അവസ്ഥ ഞാൻ കയറിയിട്ട് വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ 2 സൈഡിലും പിടിയാ. ഇവനെങ്ങാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയും. 2 പേരും ഇങ്ങനെ ഇടയ്ക്ക് ചേർന്ന് വരും. ഞാൻ നോക്കുമ്പോൾ മസ്തിഷ്കത്തിന് മണ്ടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത പിടി. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഇവിടെ ദ്രോണ ഒരിക്കൽ കൊണ്ടുവന്നപ്പോ ഒന്ന് കയറാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ ഇപ്പോഴത്തെ വണ്ണം പഞ്ചമത്തിൽ വലിയ പാടായതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചു. ദ്രോണ വരുമ്പോ നമ്മൾ ഓരോ സ്ഥലത്ത് ബീജി ഇടും. ദ്രോണ വരുമ്പം കൂട്ടത്തിൽ നിൽക്കുന്ന ആള് തന്നെ പറയും ദ്രോണയ്ക്ക് മാത്രം പ്രൊഫഷണൽ ആയിട്ട് ഒരു ബീജി ഉണ്ട് സിനിമയുടെ. വേറെ ആനക്കൊന്നും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബീജിയും പിന്നെ വളരെ അപൂർവം സോങ്സും ആണ് ആനകൾക്കുള്ളത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർത്ത അപ്പൊ അങ്ങനെ ചില നമ്മള് നിക്കുന്ന സമയത്ത് കോമഡികളൊക്കെ അപ്പൊ ചിരിയും വരും നമുക്ക്. ഇത് പറഞ്ഞിട്ടാണല്ലോ ഈ പാട്ട് വരുന്നത്. പിന്നെ അടുത്ത വരി ഞാനാ പറയണത്, അവർക്കത് ഇട്ടാ മതി. അപ്പം ഇവര് പറയുമ്പോഴേ ചിരി വരും നമുക്ക്. ചിരി പിന്നെ ചുമയാക്കി മാറ്റും. അങ്ങനെ പറയാ ഈ പ്രാണി അകത്ത് പോയ മാതിരി ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും കൈവിട്ടു പോയാൽ ഞങ്ങള് ലൈവിൽ നിൽക്കുമ്പോഴേ അത് സ്റ്റേജ് ഒരു എന്തൊക്കെ പറഞ്ഞാൽ അത് സ്റ്റേജ് പരിപാടി തന്നെയാണ്. അപ്പോൾ ഒരു സദസ്സിനെ മാനേജ് ചെയ്യുമ്പോൾ ആൾക്കാർ ഫുള്ള് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ അടുത്തത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരും. ചിലപ്പോൾ ഞാൻ തന്നെ തിരിച്ചു പറയും, അല്ലെങ്കിൽ അവിടെ കൂടെ വേറെ അവൻ ചിരിക്കും. ചേട്ടൻ മയക്കം പിടിച്ചിരിക്കുമ്പോൾ എഴുതി കൊടുക്കുമോ? റേറ്റ് ചെയ്തല്ലേ നമ്മൾ വരുന്നത്. സ്പോട്ടില് വേണ്ടത് ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു ആന മാറിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ പരിപാടി പറയണം. മേള എല്ലാം അവിടെ നടക്കുന്ന ആ സ്പോട്ടിലെ പരിപാടികളെല്ലാം നമ്മൾ 90% ഓഫ് സ്ക്രിപ്റ്റ് നമ്മൾ ഒരു ദിവസം മുമ്പ് ഇത് വലിയ പരിപാടിയല്ലേ, വെറുതെ പകല് ഇന്ന് ആനടിക്ക് 60 ആന നടക്കൂല്ലേ, നാളെ ഫംഗ്ഷനൊക്കെ ഉണ്ട്, എന്നാലും ഇടയ്ക്ക് ഇതൊക്കെ നടത്തണം. ആനടിയുണ്ട്, തഴുത്തലയുണ്ട്. നമ്മളെ ഈ നിങ്ങളൊക്കെ വിളിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഓ ശൈലേഷ് പേരും കൂടെ ഒരു പയ്യനും കൂടെ കണ്ടുണ്ട് ഇതിന്റെ പിന്നില് ഭയങ്കര ശരിക്കും നല്ലൊരു പൂരം നടത്തണമെങ്കിൽ ഒരു 10-20 ദിവസം മുമ്പ് പണി തുടങ്ങും. അതായത് ഒരു ആന നമ്മളിത് അവതരിപ്പിച്ച ആൾക്കാരിലേക്ക് ഏക്കണ്ടേ, അവർക്കൂടെ ഇഷ്ടപ്പെടണ്ടേ, ഓഡിയൻസിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. പിന്നെ വിവാദം ഉണ്ടാവാത്ത രീതിയിലുള്ള കാര്യം. അതിനേക്കാൾ ഒരു നമ്മളാദ്യം ഇഷ്ടപ്പെടണം. നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഒരേ സാധനം പറയില്ല. നമ്മൾ എന്തായാലും ഉത്സവത്തിന് പറയുന്ന ആയിരിക്കത്തില്ല, ഒരു സെന്റൻസ് പോലും ഉണ്ടാവില്ല. നമ്മളിപ്പം അത്രയും റീൽസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം കാളിദാസന്റെ എത്രയോ റീൽസ് ഉണ്ടാവും. ആ എത്രയോ റീൽസ് എടുത്ത് നോക്കിയാലും ഒരു റിപ്പീറ്റ് ഉണ്ടാവില്ല അതിൽ. അപ്പൊ അതാണ് ഒരു വിജയം എന്ന് ഞാൻ കാണാൻ. ഞങ്ങൾ നിലനിൽപ്പായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പൊ എന്തായാലും ജോലി തന്നെ, ആ ജോലിയോട് നമ്മൾ ചെയ്യുന്നത് അതിനെ ഏറ്റവും ഭംഗിയാക്കി ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. എത്ര ഒക്കെ ചെയ്യുന്നുണ്ട്. ഡാറ്റാസ് നമ്മൾ ഉണ്ടാക്കണം. അത് ഭഗവാൻ തരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. പിന്നെ ആ ദിവസത്തെ ഒരു ഭാഗ്യമുണ്ട്. ആ നാട്ടിലൊരു നല്ല പരിപാടി നടക്കണം, ആ നാട്ടിന് ഒരു ഭാഗ്യം വേണം. അപ്പൊ അതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് നല്ലൊരു പരിപാടി. ഇതാരും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. നമ്മളൊരു ഇൻട്രോ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതെങ്കിലും അറിയണ്ടോ? ഇൻട്രോ ശിവസുന്ദർ ഉണ്ട്.
കുറെ ആഗ്രഹിച്ചത്. ശിവസുന്ദരനെ ലൈവായിട്ട് കിട്ടിയിട്ടില്ല. ശിവസുന്ദർ തിരുനക്കര പൂരത്തിന് മേളിൽ വന്ന് നിൽക്കുന്ന ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെ ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കിട്ടണം എന്നുള്ള വേദികൾ കിട്ടാതെ പോയി. അപ്പൊ നമ്മുടെ തിരുവനന്തപുരം അയ്യപ്പൻ മംഗലാംകുന്ന് അയ്യപ്പൻ ലൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരുനക്കര ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയണ കാര്യം, മംഗലാംകുന്ന് അയ്യപ്പൻ ഭഗവാന്റെ തടമ്പുമായിട്ട് ആ ഗോപുരത്തിന്റെ മേളിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്ത് മുഴുവനുള്ള ആനപ്രേമികൾക്ക് ഏറ്റവും നല്ലൊരു വിരുന്നായിരിക്കും ആ കാഴ്ച. ഈ മംഗലാംകുന്ന് നിപ്പുണ്ട്, വല്ലാത്തൊരു അഴക. അത് തട്ടിപ്പൊക്കി കുത്തിക്കയറ്റി നിൽക്കണമെന്നല്ല, ആനയുടെ സ്വതസിദ്ധമായൊരു നിലവുണ്ട്. നാടൻ അല്ലെങ്കിൽ അതിന് നല്ലൊരു അതൊരു വല്ലാത്ത ഒരു നഷ്ടമാണ് നമുക്ക്. ഒരിക്കലും ഇനി കിട്ടില്ലല്ലോ നമുക്ക്. പ്രതീക്ഷിക്കാതെ പോയ മംഗലാംകുന്ന് അയ്യപ്പൻ. ഇത്രയൊക്കെ പേര് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കർണനെ കുറിച്ച് പറയാതെ ലൈവ് ചെയ്ത ആഗ്രഹം ഇല്ലാണ്ടല്ല, കർണൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് റെക്കോർഡിങ്ങിലാണ് കർണൻ ഇപ്പോഴും. നമ്മൾ ലൈവ് ചെന്ന് നിൽക്കുമ്പോ ആളുകള് അരിക്കൊമ്പന്റെ സമയത്ത് പറയാറുണ്ട്, എടാ അരിക്കൊമ്പന്റെ എന്ന് പറയാൻ താഴെ എന്നൊക്കെ കേൾക്കും. അപ്പൊ അരിക്കൊമ്പന്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളൊരു റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആർക്കോ ചെയ്തിട്ടുണ്ട് അരിക്കൊമ്പന് വേണ്ടിയിട്ട്. പിന്നെ കർണന്റെ ഒരിടക്കാലം വരെ ചേട്ടാ മംഗലാംകുന്ന് പറഞ്ഞ ഈ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ സെൽഫി എടുക്കാനൊക്കെ ആളുകൾ വരും. അപ്പം പയ്യന്മാർ, ചിന്ന പയ്യന്മാർ. അപ്പൊ ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം മംഗലാംകുന്ന് എന്ന് പറയില്ല, കർണന്റെ അതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഇപ്പോഴും അവരുടെ മനസ്സിൽ അതുണ്ട് എന്നുള്ളതാണ്. വർഷം മുമ്പ് ചെയ്തതാണ് കർണൻ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി. അപ്പൊ അതിനും എത്രയോ നാൾ മുമ്പ് ചെയ്ത വർക്കുകളാ. അപ്പൊ അത് അവരുടെ മനസ്സിൽ തങ്ങിക്കുമ്പോൾ ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു അഭിമാനമാണ്. രാമനും കർണനും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മള് രാമകർണന്മാർ ഒരു അവതാരം. അല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള റെക്കോർഡിങ് ഈ ചില പേരുകളെ, നീ നിലവ് നിന്നാൽ ഞാൻ നീലാകാശം തൊടുമെന്ന് രാമനും, നീ നീലാകാശം തൊട്ടാൽ ഞാൻ മേഘങ്ങളെ തഴുകി തലോടുമെന്ന് കർണനും. അങ്ങനെ രാമനും കർണനും പരസ്പരം സ്പർദ്ധയില്ലാതെ വെല്ലുവിളിച്ചത് അത് മെസ്സിനെയും റൊണാൾഡോനെയും വെച്ചിട്ട് അത് ഒരുപാട് റീൽസിൽ ആ ഓഡിയോ പോയിട്ടുണ്ട്, ആളുകൾ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, കുറച്ചൊരു കേക്കട്ടെ, പ്രേക്ഷകർ കേക്കട്ടെ. നീ നിലവ് നിന്നാൽ ഞാൻ നീലാകാശം തൊടുമെന്ന് രാമനും, നീ നീലാകാശം തൊട്ടാൽ ഞാൻ മേഘങ്ങളെ തഴുകി തലോടുമെന്ന് കർണനും. അങ്ങനെ ഇവർ അതിനു മുമ്പ് വേറെയൊക്കെ ഉണ്ട്. ഇവർ ഇതിഹാസ നായകന്മാർ.